ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്കൊരു കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോബസ്റ്റ് പഴമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ നോർമൽ നേന്ത്രപ്പഴം വെച്ചിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു റോബസ്റ്റ് പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്കൊരു 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പഴത്തിന് 2 കോഴിമുട്ട എന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രെഡാണ്. ഒരു 2 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്നിങ്ങനെ പിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ ഒരു 3/4 കപ്പ് അളവിൽ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു തുള്ളി വാനില എസൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പകരമായിട്ട് ഏലക്കായ ഒരു 1-2 ഏലക്കായും കൂടി വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ. പിന്നെ ഓട്സ് ആണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓട്സും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണയൊക്കെ ചേർക്കുന്ന തന്നെ ബേക്കിംഗ് സോഡ, ഒരു നുള്ളി ബേക്കിംഗ് സോഡയും പിന്നെ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോഫി പൗഡറിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് അതിലേക്ക് മധുരം വേണമല്ലോ. അപ്പോൾ ആവശ്യമായിട്ടുള്ള മധുരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ പേസ്റ്റ് പോലെ തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതാ ഓയിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാനിപ്പോൾ അത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്കതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ടിപ്പോൾ നമ്മളിതാ അടിച്ചു വെച്ച ആ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു റോബസ്റ്റ് പഴം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കിസ്മിസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഏകദേശം ഒരു 20-25 മിനിറ്റോളം മതിയാകും. അടിയിൽ ഒരു പഴയൊരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് വേണം സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. കുട്ടികളൊക്കെ ചോദിച്ചു വരുന്ന ടൈമിൽ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ലം ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ല. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളുന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ല കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്